ഹായ് നമസ്കാരം, ഷിജിയാണ്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് സ്വിൻഡൻ്റെ അടുത്തുള്ളൊരു പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്താണ്. ഒരു യെല്ലോ ഫ്ലവേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, ഫുൾ യെല്ലോ ഫ്ലവേഴ്സിൻ്റെ ഒരു മാമാങ്കാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ തന്നെ ഒരു പ്രാക്ടീസുകളുടെ ഒരു ഫലമാണ്. ഇന്ന് ഞങ്ങൾ ഒരു 15 ഡേയ്സ് UK ട്രാവലിലാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ അബണ്ടൻസ് മണി ചലഞ്ചിൻ്റെ 3-ാം ദിവസമാണ്. അപ്പം ഇന്നത്തെ ഒരു ചലഞ്ച് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ ചെയ്തെങ്കിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് ആദ്യത്തെ ഡേയും സെക്കൻഡ് ഡേയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു 3-ാമത്തെ വീഡിയോ കാണുക. അനീറ്റ കൂട്ടാ എന്ത് പറയുന്നു, ഈ ഒരു നല്ല തണുത്ത കാറ്റൊക്കെ എടുത്ത് ഈ ഒരു പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഐ ഫീൽ റിയലി ഹാപ്പി ബിക്കോസ് ഈ ഒരു 15 ഡേയ്സ് വന്നപ്പോൾ കുറേ വർഷത്തിൻ്റെ ഒരാഗ്രഹങ്ങൾ ഇങ്ങനെ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചൊരു കാര്യം, വെറുതെ രസത്തിന് ഇപ്പോൾ തോന്നിയൊരു കാര്യം എഴുതിയതാണ്. ബട്ട് ഇറ്റ്സ് ഹാപ്പൻഡ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു 15 ഡേയ്സ് ഒരു ഫ്രീ ചാലഞ്ച് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് അത്രയും 100% വർക്കൗട്ട് ആയ പ്രാക്ടീസുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണത്. അല്ലാതെ ചുമ്മാ ഒരു ഇതല്ല. ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്ത് ഇന്ന് ഞങ്ങൾ അതുകൂടാതെ ഞങ്ങളുടെ പ്രാക്ടീസസ് ഒക്കെ നമ്മുടെ ക്ലാസ്സസിൽ പെയ്ഡ് ക്ലാസ്സസ് നമ്മുടെ മെമ്പർഷിപ്സിലും അതുകൂടാതെ 1 മന്ത് പ്രോഗ്രാം ആവാം, എംറാൾഡ്, സിൽവർ, ഡയമണ്ട്, ഇതിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പല പ്രാക്ടീസസിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ചാലഞ്ചിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണരുത്, ബിക്കോസ് ഇറ്റ്സ് വർത്ത് thousands and thousands of rupees. അത് 1 ലക്ഷം രൂപയുടെ വർത്ത് നിങ്ങൾക്ക് എത്രയാണ്, നിങ്ങൾക്കൊരു പ്രൈസ്ലെസ് ആണത്. കാര്യം എത്രയും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്കലി നിങ്ങളിലേക്ക് പൈസ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാൻ എത്ര വർഷമാണ് പാഴാക്കിയത്. അത് എൻ്റെ ചിന്തകൾ മാറ്റിയാൽ എൻ്റെ ലൈഫ് മാറ്റാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. കാര്യം അതിൻ്റെ ഒരു റിയാലിറ്റി ഇന്ന് ഈ ഒരു പ്രാക്ടീസുകളിലൊക്കെ കൂടെ പോയി അത്രയും ലൈഫിനെ എഫേർട്ട്ലെസ് ആയിട്ട് ഈസി ആയിട്ട് ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്നറിയാമോ, എൻ്റെ ഒരു ആഗ്രഹമാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുന്നത്. പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാജിക്കൽ പവർ നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഡേ 3 ആണ്. നമ്മൾ ഇന്നത്തെ പ്രാക്ടീസിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി ആ ഒരു വിഷ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒന്ന് ഡേ 1 കംപ്ലീറ്റഡ് പറയാം. അഗൈൻ ഡേ 2 നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ മണി ഫ്രീക്വൻസി നമ്മൾ ചെക്ക് ചെയ്തു. ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 പേജസ് എങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള നമ്മളുടെ ദാറ്റ് ഇസ് മണീനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, ചിന്തകൾ, അതുകൂടാതെ ബിലീവ്സ്, തോട്ട്സ്, ആക്ഷൻസ്. അതിപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എന്താണോ ഫീൽ ചെയ്യണത് അതാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇമെയിൽ വരുവാണ്. അപ്പോൾ ആ ഇമെയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണോ അതോ ഹാപ്പി ആവുകയാണോ ചെയ്യണത്, എന്താണ് ഫീൽ ചെയ്യണമെന്നുള്ള എഴുതുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. പല ആൾക്കാർക്കും അവയർനെസ് ഉണ്ടാവാറില്ല. പണ്ടൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ചെക്കുകളിൽ 2 വീക്സ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും. ഈ 2 ആഴ്ച എൻ്റെ ബാങ്കിൽ വരാനിരിക്കുന്ന ചെക്കുകൾ. അപ്പോൾ ഈ ചെക്കുകളെ പറ്റി ചിന്തിക്കുമ്പോൾ പണ്ട് എനിക്ക് പേടിയാണ് വന്നിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഈ ആൾക്കാർ തന്നേക്കുന്ന ചെക്കുകളൊക്കെ പാസ്സാവുമോ? കാരണം എൻ്റെ ചെക്കുകൾ എനിക്ക് ഒരിക്കൽ പോലും മടക്കാൻ പറ്റില്ല. കാരണം ഞാൻ MNC കമ്പനികളുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റെഡിങ്ടൺ, ഇൻഗ്രാം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വീക്ക് ഇങ്ങനെ 15 ഡേയ്സ് ബാങ്കിൻ്റെ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ 2 കോടി 2.5 കോടിയൊക്കെ ആയിരിക്കും ചെക്ക് വന്നു പോകാനുള്ള. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ചെക്സുകൾ ഇത്രയുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ഇത്രയും. പക്ഷേ അതിലും കുറേ ആൾക്കാർ ചെക്ക് ബൗൺസ് ചെയ്ത് വിടും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിക്കും, ഇവൻ്റെ ചെക്ക് ഇത്രയുണ്ട്, ഈ ഒരു ചെക്ക് 4 lakhs ഉണ്ട്, മറ്റേ കസ്റ്റമറിൻ്റെ 8 lakhs ഉണ്ട്. അപ്പോൾ ഇത് മടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം മടങ്ങണേൻ്റെ പേടി ഞാൻ എപ്പോഴും ബേസ് ചെയ്യും. റിയാലിറ്റി എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, ആ ഡേയിൽ ആ ചെക്ക് ഞാൻ പേടിച്ച പോലെ അവർ ബൗൺസ് ചെയ്യും. അപ്പോൾ എനിക്കത് എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പേടി വന്നത് കൊണ്ട് എൻ്റെ ചെക്കുകൾ ഈ പാർട്ടി കസ്റ്റമേഴ്സ് മടക്കി വിടും. അപ്പം ഞാൻ ഇന്നത് റിയലൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ അന്ന് ബോധമില്ലാതെ അൺകോൺഷ്യസ് ആയിട്ട് ഞാൻ പേടിക്കുന്ന കാര്യങ്ങൾ ഞാൻ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് എത്ര ചെക്ക് വന്നാലും ഞാൻ ബ്ലസ് ചെയ്തിട്ട് എന്ത് പറയും, അവർ നന്ദി. അങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ എൻ്റെ ലൈഫിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ
ലൈഫ് അത്രയും എഫേർട്ട്ലെസ് ആവാൻ തുടങ്ങി, ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. അപ്പം ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ഓരോ മെയിൽ വരുമ്പോൾ ഹൗ യു ഫീൽ? കാരണം എന്താ, ഇപ്പോൾ എയുടെ കാലമാണ്. നമ്മളെ സംബന്ധിച്ച് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫീൽ ജോലി കിട്ടൂല, പാടാണ്, അതുകൊണ്ട് ഈ ജോലി തന്നെ പിടിച്ചേക്കണം. എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് അത്രയാണ്, ഞാൻ ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ആളാണ്, ഐ ആം ദ ബെസ്റ്റ്. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ അത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ തേർഡ് പ്രാക്ടീസിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസുകൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണീനെ എങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ മമ്മി പറഞ്ഞ പോലെ അൺനോയിങ്ലി, ഇപ്പോൾ എത്ര വയസ്സാണോ നിങ്ങൾക്കുള്ളത്, വർഷങ്ങളായിട്ട് പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടി, സ്ട്രെസ്, ഗിൽട്ട്, ഇങ്ങനെ പല ഫ്രസ്ട്രേഷൻ, ദേഷ്യം, ഇങ്ങനെയൊക്കെ നമുക്ക് പല ഇമോഷൻസും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ ഹീൽ ചെയ്യാം? അതിനെ ഏറ്റവും മാജിക്കലായിട്ടുള്ളൊരു പ്രെയറാണ് ഹോ ഓ പോണോ പോണോ എന്ന് പറയുന്ന ഒരു പ്രെയർ. അപ്പോൾ ഈ ഒരു പ്രെയർ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, 4 സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് നമ്മളുടെ മണി ഫ്രീക്വൻസിയെ ഹീൽ ചെയ്യുകയും നമ്മളുടെ ആ ഒരു ചിന്തകളെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾക്കൊരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് വരാനും നമ്മൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാജിക്കൽ ശക്തി നമുക്ക് കിട്ടുവച്ചേനെ. ഇപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഈ ഒരു പറയുന്ന പ്രാക്ടീസുകൾ 100% വിശ്വസിച്ച് എൻ്റെ ലൈഫിൽ ഈ ഒരു പ്രാക്ടീസുകൾ എൻ്റെ ലൈഫിലെ അത്ര ഇമ്പാക്റ്റ് ചെയ്യും. ഞാനൊരു മണി മാഗ്നറ്റ് ആകും. ഞാൻ എങ്ങോട്ട് പോയാലും എനിക്ക് വേണ്ടിയിട്ട് മണി ഫ്ലോ ചെയ്യും. ഞാനൊരു മണി മാഗ്നറ്റാണ്. എനിക്ക് എഫേർട്ട്ലെസ് ആയിട്ട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അട്രാക്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ഇങ്ങനെ നമ്മുടെ ചിന്തകളെ നമ്മൾ ഉയർത്തുമ്പോൾ, ഈ ഒരു പ്രാക്ടീസുകൾ നമ്മൾ ഓരോ ദിവസവും വിശ്വസിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പോലും കാണാത്ത അത്ഭുതങ്ങളുടെ, മിറക്കിൾസിൻ്റെ ഒരു അത്രയും ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോണത്. അപ്പോൾ ഇതൊരു ട്യൂൺ ചെയ്യുക. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് 11 ടൈംസ് ചെയ്യാം, 54 ടൈംസ് ചെയ്യാം, 108 ടൈംസ് ചെയ്യാം. അപ്പോൾ ഈ പ്രാക്ടീസുകൾ അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നിശബ്ദതയുള്ള സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മൾ കൈകൾ വേണമെങ്കിൽ ഹൃദയത്തിൽ വയ്ക്കുക. യു ക്യാൻ സേ ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ മൈ റിലേഷൻഷിപ്പ് വിത്ത് മണി. എന്തിനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടത്? കാര്യം നമ്മുടെ ലൈഫിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോ ചിന്തയും ഓരോ വിശ്വാസവും അത് നമ്മളാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാളെനിക്ക് കാശ് തരില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൊണ്ടുവരാണെങ്കിൽ അത് ഞാനാണ് ആ ഒരു വിത്ത് എൻ്റെ മനസ്സിലേക്ക് ഇട്ടത്. സോ ഐ എം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് തോട്ട്. അപ്പോൾ പണവുമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. സോ യു ഷുഡ് സേ ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ മൈ റിലേഷൻഷിപ്പ് വിത്ത് മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പ്രെയർ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് പറയേണ്ടത് ഐ ആം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി. അപ്പോൾ ഈ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ചൊല്ലുമ്പോഴാണ് ഒരു തവണയാവണത്. അങ്ങനെ 108 തവണ നിങ്ങൾ ഈ ഒരു ചാൻറ്റിങ് ചെയ്യണം. ഇത് ഏറ്റവും ഗുഡ് കാര്യം എന്ന് പറയുന്നത് ഒരു 108 ടൈംസ് ചെയ്യുക. അത് ഒരു ദിവസമല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ചാലഞ്ച് തീരുന്ന അന്ന് വരെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അസൈൻമെൻറ്റ് ഇതാണ്. ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ ചൊല്ലിയിട്ട് എന്ത് കിട്ടാണെന്ന് ചിന്തിക്കരുത്. ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക. കാര്യം ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനും മാജിക്കൽ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്തപ്പോൾ. അൺഎക്സ്പെക്റ്റഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഒരു വർഷങ്ങളായിട്ട് വിൽക്കാൻ പറ്റാത്തൊരു സ്ഥലം വിറ്റ് 4.5 കോടിയുടെ ഒരു സെയിൽ നടത്തിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ നടത്താൻ ഇത് സഹായിച്ചിട്ടുണ്ട്. കിട്ടാത്ത പണം പ്രൊമോഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ LIC ഇങ്ങനെ അറിയാത്ത ഫണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ബാക്ക് ബേസ് ചെയ്തിട്ടുണ്ട്. ലോട്ടറി അടിച്ചിട്ടുണ്ട്. പല സോഴ്സിലൂടെ അവർക്ക് മണി ഫ്ലോ. നിങ്ങളിത് ചെയ്യുമ്പോൾ 108 തവണ ചെയ്യുക. ഈ ഒരു ചാലഞ്ച് എൻ്റെ ചെയ്യണം അന്ന് വരെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ സ്റ്റാർട്ട് സീയിങ് ദ ഡിഫറൻസ്. അപ്പോൾ ഇന്ന് താഴെ വന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങുക. എന്നിട്ട് താഴെ വന്നിട്ട് ഐ കംപ്ലീറ്റഡ് ഡേ 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. എന്നിട്ട് ഈ ഒരു പ്രെയർ ഒന്ന് നിങ്ങൾ ചാൻറ്റിങ് ചെയ്യുന്ന മുമ്പ് ഒന്ന് കമൻറ്റിൽ എഴുതുക. ഐ എം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതൊരു കടവഴുത്ത് പോലെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സ്പീഡിൽ പറയേണ്ട ആവശ്യമില്ല. ഓരോ തവണ നമ്മൾ ചൊല്ലുമ്പോൾ ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ, നമ്മൾ ചിന്തിക്കുമ്പോൾ
പണം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ മണി, എത്ര കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ പണം കാരണം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആ സ്നേഹം, ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് പറയുമ്പോൾ എന്താണ്, എൻ്റെ ഓരോ ദിവസം കഴിക്കാൻ പറ്റുന്ന ആഹാരം, ഇന്ന് ഞാൻ ജീവിക്കുന്ന ഈ ഒരു വീട് വാങ്ങിക്കാൻ പറ്റിയത് പണം കൊണ്ടാണ്. ഈ ഒരു ഡ്രസ് ഇടണത്, ഈ ഒരു ട്രാവൽ, ഓരോ ബില്ല് ഞാൻ പേ ചെയ്യുന്നത്. അപ്പോൾ വെൻ യു ഫീൽ ദാറ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു സീക്രട്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പണത്തിനോട് ആ നന്ദി, ആ ഒരു സ്നേഹം, റെസ്പെക്റ്റ് ഒക്കെ ഫീൽ ചെയ്തിട്ടാവണം ദാറ്റ് യു ഡു ദ 108 ടൈംസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ ഒരു പ്രാക്ടീസ്, ബട്ട് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റിൽ ഐ കംപ്ലീറ്റഡ് ഡേ 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഡേ 4ലേക്ക് ഇനി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, കുറേ പേര് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡേ 4 പുതിയൊരു ചലഞ്ചുമായിട്ട് നമുക്ക് കാണാം.